പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഇന്ന് ഈ ദിവസം വിശുദ്ധ മറിയം മഗ്ദലേനായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധ എപ്രകാരം ആയിരുന്നു ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത് ഞങ്ങളറിയും. കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് കണ്ണീരുകൊണ്ട് പാദം കഴുകി തലമുടി കണ്ട പാദം തുടച്ച് സുഗന്ധദ്രവ്യം പൂശിക്കൊണ്ട് അവൾ പാപത്തിൽ നിന്ന് മോചനം നേടി. ഓരോ കണ്ണീരിനും വിലയുണ്ടെന്ന് മഗ്ദലേന മറിയത്തിൻ്റെ ഈ അനുഭവത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഇന്ന് ബോധ്യപ്പെടുത്തും. 7 പിശാചുക്കളെ ഇവളിൽ നിന്ന് ബഹിഷ്കരിച്ചു എന്ന സുവിശേഷം പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട 7 പാപങ്ങളിൽ നിന്ന് ഇവളെ മോചിച്ചുകൊണ്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് അവളെ നയിച്ചു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും മോചിക്കുവാനായി കുരിശിൽ മരിച്ച യേശുവിൻ്റെ സന്നിധിയിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. കർത്താവിൻ്റെ ഒരു നോട്ടം പത്രോസിൻ്റെ കണ്ണിലെ കണ്ണീരണിയിച്ചു. അവൻ തൻ്റെ തെറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഗുരുവിനെ നിഷേധിച്ചതിനെ ഓർത്ത് വേദനിച്ച് കരഞ്ഞ് നിലവിളിച്ചു. മറിയം മഗ്ദലേനയുടെ മാറ്റം വളരെ വലുതായിരുന്നു. അവസാനം കുരിശിൻ്റെ ചുവട്ടിൽ വരെ അവൾ നിന്നിരുന്നു. അവൻ്റെ പാദാന്തികത്തിൽ നിന്ന് കേട്ട വചനങ്ങൾ പൂർണ്ണമായിട്ടും അവളുടെ ജീവിതത്തെ മാറ്റുക മാത്രമല്ല, അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അവൾ രക്ഷയുടെ പാതയിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത്. പിന്നീട് യേശുവിനെ സംസ്കരിച്ച കല്ലറയിലേക്ക് രാവിലെ ഓടിയെത്തുകയും അവനെ പൂർണ്ണഹൃദയത്തോടെ സ്വീകരിക്കുവാൻ തക്കവിധം അവൻ്റെ സ്വരം കേൾക്കുവാനും അവൾക്കിടയാക്കിയത്. മറിയമെന്ന ഒറ്റ വിളിയിൽ തന്നെ റബ്ബൂനി എന്ന് പറയുവാൻ തക്കവിധം അവളെ യോഗ്യയാക്കി. കാരുണ്യവാനായ കർത്താവെ, ആദ്യത്തെ പ്രേക്ഷിതയായി മാറുന്ന മറിയം മഗ്ദലേനയെ പോലെ ഞങ്ങൾ ഓരോരുത്തരെയും പ്രേക്ഷിതരായി ജ്ഞാനസ്നാനം വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയും ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ പാതയെ കടന്നു വരുവാൻ, ഞങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് അനുഭവിക്കുവാനും രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. ഈ ദിവസം ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയും. ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ കർത്താവെ, നിൻ്റെ കൃപകൾ നിറഞ്ഞ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങളെ ഓർത്ത് അനുദപിക്കുവാനും പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന അങ്ങയുടെ പാതയിലൂടെ കടന്നു വരുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. യൂതന്മാരുടെ രാജാവായ നസറേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തെ അപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.